നമസ്കാരം. ഓപ്പറേഷൻ ജാവ അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്ക, ഈ രണ്ട് സിനിമകളും ഞാൻ കണ്ടത് എന്താ പറയുക, തിയേറ്ററിലല്ല, ജസ്റ്റ് ഇരിക്കുന്ന കമ്പ്യൂട്ടറിലാണ് ഞാൻ കണ്ടത്. ആ രണ്ട് സിനിമയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ സിനിമ കാണുമ്പോൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ വാച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് വീണ്ടും കുറച്ച് സമയം ഇങ്ങനെ ഗ്യാപ്പിട്ട് കാണുന്ന ഒരാളാണ്. പക്ഷേ ഈ സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്ന സിനിമ ഒറ്റയിരിപ്പിന് കണ്ടു തീർത്തൊരു വ്യക്തിയാണ്. അന്ന് തന്നെ ആ വ്യക്തിയുടെ പേര്, അതിൻ്റെ ഡയറക്ടർ പേര് എൻ്റെ മനസ്സിലിങ്ങനെ പതുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. തരുൺ മൂർത്തി എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ തുടരും എന്ന സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരാൻ പോകുന്നു മോഹൻലാലുമായിട്ട് എന്ന് ഒരു എന്താ പറയുക പബ്ലിസിറ്റി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒരു സംഗതികൾ അതിലുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മൾ മുന്നേ എമ്പുരാൻ എന്ന സിനിമയുടെ ചെറിയൊരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വളരെ വലിയൊരു ഹൈപ്പ് കൊടുത്തിട്ട് നമ്മൾ ചെന്ന് കണ്ട ഒരു സിനിമയായിരുന്നു ഈ പറയുന്ന എമ്പുരാൻ. ഒന്നും നമുക്ക് ഒരു മലയാള സിനിമാ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് പറയട്ടെ, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. നമ്മളെല്ലാവരും മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ടാണല്ലോ അധികം വളർന്നിട്ടുണ്ടാവുക. ചെറുപ്പകാലത്തിൽ മിന്നാരം അതുപോലുള്ള സിനിമകളിലൊക്കെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു നടനാണ് മലയാളത്തിലെ മോഹൻലാൽ എന്ന് പറയുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഇന്നും അന്നുമൊക്കെ എൻ്റെ മനസ്സിൽ വളരെയധികം സ്ഥാനം നിലനിൽക്കുന്ന എന്താ പറയുക നടന്മാരാണ്. അതുപോലെ തന്നെ കമലഹാസൻ, ഇത്തരത്തിലുള്ള നടന്മാരെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന, ആരാധന എന്നും പറയാൻ പറ്റില്ല, നമ്മളിപ്പോൾ ആരാധന എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആളുകളൊന്ന് കമൻറ്റ് ചെയ്യും, നിനക്ക് അതാണ് പ്രാന്താണ് എന്നൊക്കെ. പക്ഷേ ഓരോ വ്യക്തികൾക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്, അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ശരിക്കും ഒരു തനതായ ശൈലിയിൽ അഭിനയിക്കുന്ന നടന്മാരെ എനിക്കിഷ്ടമാണ്. നാനാ പടേക്കർ, അങ്ങനെയുള്ള കുറച്ച് നടന്മാർ ആ രീതിയിൽ അഭിനയിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വസന്തം തന്നെയാണ്, ഒരു മാജിക്കാണ്. ആ ഒരു മാജിക്ക് ഇങ്ങനെ കുറേയധികം പൊട്ടപ്പടങ്ങൾ ചെയ്ത് മലയാളികളെ ഇങ്ങനെ വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ എന്താ പറയുക എമ്പുരാൻ്റെ മുന്നത്തെ സിനിമ വന്നു, ലൂസിഫർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. അന്ന് ആ സിനിമയെക്കുറിച്ച് ഞാനൊന്നും പറയാൻ അന്ന് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല എനിക്ക്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചൊന്നും ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് അതിൻ്റെ ഹൈപ്പ് കണ്ടിട്ട്, ലൂസിഫർ കണ്ടിട്ട് ആ എമ്പുരാൻ എന്ന സിനിമ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു സിനിമയാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ തിയേറ്ററിൽ പോയപ്പോൾ ശരിക്കും കിട്ടിയത് കഴിഞ്ഞാൽ ഒരു കോട്ട് വിട്ടിട്ട് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു 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 സംഗതി മാത്രമാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. അതിലുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ, ഒരു മോഹൻലാൽ സിനിമ കണ്ടിറങ്ങിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തത് അതിലൊന്നും എൻ്റെ മനസ്സിനെ തട്ടുന്ന ഒന്നോ രണ്ടോ രംഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു 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 വേസ്റ്റ് സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എമ്പുരാൻ എന്ന സിനിമ ഇറങ്ങി, അത് എത്രയോ കോടികൾ കൊയ്തു എന്നൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു. പിന്നെ ഇറങ്ങുന്ന സിനിമയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ, നിങ്ങൾക്കറിയാം, നിങ്ങളെൻ്റെ വീഡിയോ കണ്ട ആളുകൾക്കറിയാം, ഇതിന് തുടരുമെന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മുടെ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് തുടരണോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ വളരെ വളരെ എന്താ പറയുക, എന്നെ ചീത്ത പറയുന്ന രീതിയിലൊക്കെയുള്ള, നിങ്ങൾക്ക് ആ ഒരു വീഡിയോ താഴെ കിടക്കുന്നുണ്ട്, പോയി നോക്കാം. എന്നെ ചീത്ത പറയുന്ന രീതിയിലുള്ള കമൻറ്റുകളൊക്കെ അതിലുണ്ടായിരുന്നു. നമ്മുടെ മോഹൻലാൽ അല്ല നിൻ്റെ മോഹൻലാൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പോൾ നടന്മാർ അവരുടേതായ കാഴ്ചപ്പാടുകളും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഒരിക്കലും നമുക്കതിനെ പറഞ്ഞു മാറ്റാനൊന്നും പറ്റില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. പിന്നെ സമൂഹത്തിൽ ഒരു പൊതുവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമാകുന്ന രീതിയിൽ മാത്രം എടുക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. അദ്ദേഹത്തോടുള്ളൊരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ ഒരു ലെവലിലേക്കോ വേറെ എന്തെങ്കിലും ഒരു ലെവലിലേക്കൊക്കെ ഒതുങ്ങിപ്പോകുന്നത്, സമൂഹത്തിൽ ഉള്ള ഒരു വിഭാഗത്തെ മാത്രം എന്താ പറയുക താറടിച്ച് കാണിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ എന്ന വ്യക്തി തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് അത് ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് സമൂഹത്തിലും അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് ഒരു ചെറിയ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. നമുക്ക് തുടരുമയിലേക്ക് വരാം.
നിങ്ങൾ ചിലപ്പോൾ എന്നെ ചീത്ത പറയുന്നുണ്ടായിരിക്കും. തുടരും എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് ഞാൻ പറഞ്ഞു വന്നത്. അതിൽ തരുൺമൂർത്തിയെക്കുറിച്ച് പറഞ്ഞു. തരുൺമൂർത്തിയാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് വീണ്ടും ആ ഒരു സ്റ്റാർഡോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഒരു 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 പെർഫെക്ഷനോട് കൂടിയിട്ട് ആ സിനിമയിൽ കാണിക്കാനുള്ള ഒരു എന്താ പറയുക ബ്രെയിൻ അത് തരുൺമൂർത്തിയുടെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമ അസാധ്യ സിനിമയാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ എന്താണ് ഇനി വരുന്നത് എന്നുള്ള ഒരു 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 ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് കാണുന്നൊരു ആണ് ഇത്. ഇന്നലെയാണ് ഞാൻ സിനിമ കണ്ടത്. അതിൻ്റേതായ എന്താ പറയുക ഒരു ഫീല് ആ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വിങ്ങുന്നതായിട്ട് ചിലപ്പോഴൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് ആ ഫീല് കൂടുതൽ കിട്ടാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു നടനാണ്. ഈ സിനിമയിലെ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്ന പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ആഢ്യത്വമുള്ള വില്ലൻ എന്നൊക്കെ പറയില്ലേ, അത് നമ്മുടെ ഒരിക്കലും ഒരു വേസ്റ്റ് അല്ല അദ്ദേഹത്തിൻ്റെ പ്രകടനം. ഭയങ്കരമായിട്ട് അതൊരു നമുക്കിങ്ങനെ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ കൈ കിട്ടിയ 4 പൊട്ടിക്കാമെന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ഇങ്ങനെ എടുത്തു വച്ചിരിക്കുന്നത്. ശരിക്കും കൈ കിട്ടിക്കഴിഞ്ഞാൽ 2 അടിക്കണം, അയാളെ അടിക്കണം എന്ന് തോന്നുന്ന രീതിയിലാണ് ആ ഒരു ഫേസിലെ അല്ലെങ്കിൽ എക്സ്പ്രഷനൊക്കെ വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൗണ്ട്, ഇതൊക്കെ ഭയങ്കര പെർഫെക്ഷനാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ശോഭന മാം, പിന്നെ ലാലേട്ടൻ്റെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം ഒരു മോഹൻലാൽ ആരാധകനോ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രേക്ഷകൻ ലാലിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ലാലേട്ടനിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഒരു സത്യയോടുകൂടി കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് ഈ സിനിമയിൽ. ഒപ്പം തന്നെ നമ്മുടെ ശോഭന മാം, അവരും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പെയറായിട്ട് വരുമ്പോൾ അവരുടെ ആ ഒരു പവിത്രം എന്നൊക്കെ ഉള്ള വാക്കുകൾ അവിടെ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു സംഗതിയൊക്കെ പെട്ടെന്ന് നമ്മൾ അവിടേക്കൊക്കെ പോരും. പിന്നെ മോഹൻലാലിൻ്റെ പഴയ ഒരു ഫോട്ടോസിനും അത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു നൊസ്റ്റാൾജിയ, ഒരു പഴയ നമ്മളാ എന്താ പറയുക ടാക്കീസിലൊക്കെ കയറി സിനിമ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് സംവിധായകന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ ഒരു സിനിമയുടെ വിജയമെന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല പട ആക്ഷൻ സീനായാലും എന്തായാലും ഭയങ്കരമായിട്ടുള്ളൊരു ഒരു 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 ചാമിങ് ഉള്ള ഒരു അടിപൊളി സിനിമ, ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് സിനിമ എന്നൊക്കെ നമുക്ക്. അതിനൊരു കഥയുണ്ട്, ആ കഥ നല്ല രീതിയിൽ എഴുതി അത് അവതരിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് അതിൻ്റെ എന്താ പറയുക മ്യൂസിക്, അതാ കൊടുക്കുന്ന സംഗതികൾ വേണ്ട സ്ഥലത്ത് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് എന്താ പറയുക, മ്യൂസിക് ആരാണ് ചെയ്തത്, ജെക്സ് ബിജോയ്. ജെക്സ് ബിജോയ് അദ്ദേഹം തന്നെ മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. ആ മ്യൂസിക്കും അതിന് ആ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ള ആ ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കോഴിക്കോട്ടുകാരനുള്ള പപ്പു ചേട്ടൻ്റെ മോൻ ബിനു പപ്പു അസാധ്യമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു തരുൺമൂർത്തിയുടെ സിനിമകളിലൂടെ കടന്നു വരുന്നൊരു വ്യക്തിയാണ് ഈ ബിനു പപ്പു എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു കൂട്ടുകെട്ടിൽ അദ്ദേഹത്തിന് കൊടുത്തൊരു വേഷം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ആ ഒരു ഫീൽ ഉൾക്കൊള്ളാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ നിന്ന് എന്താണ് അദ്ദേഹം ചെയ്യുന്നത്, അത് ഒരു വ്യക്തിയിലേക്ക് അങ്ങനെ കയറി ചെല്ലാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. പിന്നെ അസാധ്യമായിട്ടുള്ള പ്രകടനം കൊണ്ട് വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന നടനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. എന്തായാലും തുടരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടരും എന്ന് തന്നെയാണ് പറയാനുള്ളത്, വേറെ ഒന്നും പറയാനില്ല. മലയാള സിനിമയിൽ തുടരേണ്ട ആളുകൾ തന്നെയാണ് ഈ പറഞ്ഞ ലാലേട്ടനും പ്രകാശ് വർമ്മയും ബിനു പപ്പുവും തരുൺമൂർത്തിയും ശോഭനയും ഒക്കെ എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ ഈ ഒരു സിനിമ. ഇതിലെ സന്ദർഭങ്ങളൊന്നും ഞാൻ അധികം പറഞ്ഞ് സ്പോയിലാക്കുന്നില്ല. പക്ഷേ 150 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു 2.25 മണിക്കൂർ അത് ശരിക്കും ആ ഒരു പൈസയ്ക്കുള്ള സംഗതികൾ സംവിധായകനും ഇതിൽ നടന്മാരും ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും കുറ്റം പറയാനൊന്നുമില്ലാത്ത ഒരു അസാമാന്യ സിനിമയാണ് ഈ ഒരു തുടരുമെന്ന സിനിമ എന്നത് 100% ഉറപ്പാണ്. കാരണം നമ്മളൊരു തിയേറ്ററിൽ കയറി പൈസ കൊടുത്ത് സിനിമ കാണുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടായിരിക്കും. അത് ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഉണ്ട് എന്ന് അവിടുത്തെ പ്രേക്ഷകരെയും അവിടുത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 100% അത് ഫീൽ ചെയ്യും. എനിക്കും അങ്ങനെ തന്നെയാണ് അത് ഉണ്ടായത്. ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര ഒരു ജാതി ഫീലായിരുന്നു. അതിൻ്റെ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് ഇന്ന് രാവിലെ വരെ എനിക്ക് അതിൻ്റെ ഒരു പ്രത്യേക ഫീലിൽ ഇങ്ങനെ പോയി. ചില സന്ദർഭങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നതായിട്ട് തോന്നി. എന്തായാലും നിങ്ങൾ ഒന്നും നോക്കണ്ട. ഇപ്പോൾ വെക്കേഷനാണ്, കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഒരു 150 രൂപ കൊടുത്തിട്ട് അടുത്തുള്ള നല്ല തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം അതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ല തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുക. കണ്ടതിൻ്റെ അഭിപ്രായം നിങ്ങളെന്തായാലും നമുക്ക് എന്താ പറയുക മെസ്സേജായിട്ട് ഇടുക. ഒപ്പം തന്നെ ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എടുത്ത വീഡിയോയിൽ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോഹൻലാലല്ല നിൻ്റെ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. വ്യക്തികൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എന്താണ് ഒരു സിനിമയിൽ നിന്ന് കിട്ടാനാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. അത് കിട്ടുകയാണെങ്കിൽ നമ്മൾ വ്യക്തികളെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തികളുടെ തീരുമാനങ്ങളെടുത്ത് നല്ല രീതിയിൽ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു വരദാനം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാജിക് എന്ന് പറയുന്നത് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. അങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റാവുന്ന നായകന്മാരോ നടന്മാരോ ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിലില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമ്മളിലേക്ക് കണ്ട കാര്യങ്ങൾ എന്നതാണ് സത്യം. അപ്പോൾ എന്തായാലും തുടരുമെന്ന സിനിമ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, വിട്ടോ, ഒരു കുഴപ്പമില്ല. നല്ല സിനിമയാണ് എന്ന് ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന്, എൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.